ഖുർആനും സുന്നത്തും തന്നെയാണ് നമ്മളെ അടിസ്ഥാനപരമായ അതിൻ്റെ ആധാരങ്ങൾ. പക്ഷേ ഈ ഖുർആനും സുന്നത്തിനും മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? അത് വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. കാരണം ഖുർആനെ സ്വന്തമായി ഒരാൾക്ക് വ്യാഖ്യാനിച്ചുകൊണ്ട് ഖുർആന്റെ ആശയങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഖുർആൻ മനസ്സിലാക്കപ്പെട്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ളതെല്ലാം മഹാന്മാർ, അത് മഹാന്മാരാവുന്ന സ്വഹാബത്തും അവരെ പോലത്തവരും അവർ നമുക്ക് അതിനെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ വ്യാഖ്യാനം അനുസരിച്ച് ഈ വ്യാഖ്യാനത്തിന് ചില അടിസ്ഥാനങ്ങളുണ്ട്. ആ അടിസ്ഥാനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. ആ വ്യാഖ്യാനം അനുസരിച്ച് വ്യാഖ്യാനിക്കപ്പെടുന്ന വ്യാഖ്യാനങ്ങൾ മാത്രമേ അംഗീകരിക്കപ്പെടാൻ പാടുള്ളൂ. അതല്ലാത്ത വ്യാഖ്യാനങ്ങൾ മുഴുവനും തള്ളപ്പെടേണ്ടതാണ്. ഇപ്പോൾ ഒരു ചരിത്രം, ആ ചരിത്ര സത്യം എങ്ങനെയാണോ അത് നോക്കണം. അതല്ലാത്ത നിലക്ക് ആ ചരിത്രത്തിനെ വളച്ചൊടുക്കപ്പെടുമ്പോൾ അത് തള്ളപ്പെടേണ്ടതാണ്. എന്നതുപോലെ ഈ വിശുദ്ധമായ ദീൻ അത് മനസ്സിലാക്കേണ്ടതായ അതിൻ്റെ സ്വഭാവങ്ങൾ എങ്ങനെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ ഇങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. അത് മഹാന്മാരാവുന്നതായ സഹാബത്തിന് ഇന്നൽക്ക് റളിയല്ലാഹു അൻഹും റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കാനുള്ള കാരണം എന്താ? അവരിൽ നിന്നിട്ട് വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനം നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഹദീസിന്റെ വ്യാഖ്യാനവും നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പൊ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എന്നും പറഞ്ഞാൽ ഇവ മാത്രങ്ങൾ എന്താക്കാൻ നിങ്ങൾക്ക് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാനോ, അല്ലെങ്കിൽ യഹൂദികളുള്ള പണ്ഡിതന്മാർ യുഹരിഫൂനൽ കലിം എന്ന് പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ വിശുദ്ധമാവുന്നതായ കലിമത്തുകൾ, ആ കലിമത്തുകളെ അതിൻ്റെ യഥാർത്ഥ ആശയം അല്ലാത്ത ആശയത്തിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ അൽഫാദുകളെ മാറ്റി വേറെ സ്ഥലത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയി വെക്കുക. ഈ നിലക്കുള്ള തഹരീഫ് ചെയ്യാത്ത വിശുദ്ധന്മാരാവുന്ന ആളുകൾ അവരിൽ നിന്നിട്ടാണ് ഖുർആന്റെ വ്യാഖ്യാനങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണോ ഖുർആന്റെ വ്യാഖ്യാനം പഠിപ്പിച്ചിട്ടുള്ളത് ആ തരീഖനുസരിച്ചായിരിക്കും അവർ വ്യാഖ്യാനിക്കുക. അതുകൊണ്ട് എന്ത് വേണം? ഖുർആന്റെ വ്യാഖ്യാനത്തിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്ന് തന്നെയാണ് റസൂലുള്ളാഹിന്റെ സുന്നത്തും മഹാന്മാരാവുന്ന ഖുലഫാഉൽ അർബഅത്തിന്റെ സുന്നത്തും. അതുകൊണ്ടാണ് അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ. അതോടൊപ്പം നൂറ്റാണ്ടുകളെ ഉത്തമമാവുന്ന നൂറ്റാണ്ടിൽ നിന്ന് 3 നൂറ്റാണ്ടിനെയോ അല്ലെങ്കിൽ 4 നൂറ്റാണ്ടിനെ പറ്റി നബി വിശേഷിപ്പിച്ചു വന്നു. അതല്ലേ മഹാനാവുന്ന ഇമാം മാലിക് തങ്ങൾ, അവരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് മുവത്ത ഇമാം മാലിക്. അത് മാലികി മദ്ഹബിന്റെ അടിസ്ഥാനപരമായ ഒരു ഗ്രന്ഥമാണ് മുവത്ത ഇമാം മാലിക്. അത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും അധികരിച്ച മസാലകൾക്കും മഹാനവറുകൾ ലക്ഷ്യം പറയുന്നത് അതിൽ ഹദീസുകളെ കൊണ്ട് മാത്രമല്ല, അത് അവരെ ആ ഇമാം മാലിക് തങ്ങൾ മുതൽ റസൂലുള്ളാഹിയിലേക്ക് എത്തുന്നതായ ആ ശൃംഖല വളരെ വിശുദ്ധ സ്വർണത്തിന്റെ ശൃംഖല എന്നൊക്കെ പറയുന്ന ശൃംഖല ഉണ്ട്. മാലിക്കുൻ അൻ നാഫീൻ അൻ ഇബ്നു ഉമർ എന്ന് ഇമാം മാലിക് തങ്ങൾ ഒരു ഹദീസിനെ റിവായത്ത് ചെയ്ത് ആ ഹദീസ് അതിൽ ഇമാം മാലിക് തങ്ങളെ ഉസ്താദ് നാഫി എന്നവർ മഹാനാവുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ തൊട്ടുമാണ് റിവായത്ത് ചെയ്ത് നോക്കുക. എന്നാൽ ആ പരമ്പരയെ പറ്റി വിശേഷിപ്പിക്കപ്പെട്ടുള്ളത് സിൽസിലത്തുൽ ദഹബ് എന്ന സ്വർണത്തിന്റെ പരമ്പര. അതല്ലാതെയും ഇമാം മാലിക് തങ്ങൾക്ക് മറ്റ് പല സ്വഹാബത്തിലേക്ക് എത്തുന്നതായ റിപ്പോർട്ടുകളുണ്ട്. അതൊക്കെ അംഗീകരിക്കപ്പെടേണ്ട റിപ്പോർട്ടുകൾ തന്നെയാണ്. അങ്ങനത്തെ വ്യക്തമാവുന്ന ഹദീസുകളൊക്കെ മഹാനാവുന്ന ഇമാം മാലിക് തങ്ങൾ എടുത്തുള്ളതിനോട് കൂടെ തന്നെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഹാക്കദാ റഅയ്തു അഹ്ലൽ മദീനത്തി യഫ്അലൂൻ. ഇങ്ങനെയാണ് മദീനക്കാർ ചെയ്തത്. ചില മസാലകൾക്ക് ലക്ഷ്യമായിട്ട് പറഞ്ഞത് അത് അതിനെ ഹദീസ് ഇല്ലാത്തതുകൊണ്ടല്ല, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിലേക്ക് വരുത്തിപ്പോയാൽ ഖുർആൻ അതിനെ സഹായിക്കുന്നതായ ഖുർആനിയാവുന്ന ആയത്തുകൾ ഇല്ലാത്തതുകൊണ്ടല്ല, അല്ലെങ്കിൽ ആയത്തിന്റെ വ്യാഖ്യാനങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടല്ല. നമ്മൾ അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഹക്കദാ റഅയ്തു അഹ്ലൽ മദീനത്തി യഫ്അലൂൻ. കാരണം ഉത്തമമായ നൂറ്റാണ്ട് ഒരു നൂറ്റാണ്ടിനെ പറ്റി റസൂൽ വിശേഷിപ്പിച്ചാൽ ആ നൂറ്റാണ്ടിലുള്ളതായ മഹാന്മാരാവുന്ന മശായിഖ് അയിബത്ത് അവർ ചെയ്തത് പൂർണ്ണമായും പിൻപറ്റപ്പെടാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് വമൻ യുശാഖിഖിർ റസൂൽ മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ. കണ്ടോ, ആ നല്ല നൂറ്റാണ്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിക്കപ്പെട്ട രൂപത്തിലുള്ളതായ മഹാന്മാരാവുന്നതായ മുസ്ലിമീങ്ങൾ, ആ മുസ്ലിമീങ്ങൾക്കുള്ളതായ തരീഖ്, ആ തരീഖ് അല്ലാത്ത തരീഖിലേക്ക് പിൻപറ്റിപ്പോയാൽ
അതിൻ്റെ സ്വഭാവം പറഞ്ഞു. വയത്തബിയ വയസബീൽ വല്ലിഹി മാതബല്ല വനുസ്ലിഹി ജഹന്നം വസാഅത്ത് മസീറ. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട റൂട്ട് നബി മനസ്സിലാക്കി നമുക്ക് പഠിപ്പിച്ചു തന്നു. ഈ റൂട്ടല്ലാത്ത റൂട്ട് അതാണ് അന്ന ഹാദാ സിറാത്തി മുസ്തഖീമാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അവിടെ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് പിന്നീട് പറയാൻ കാരണം എന്താ? മഹാന്മാരാവുന്ന അയിമ്മത്ത് അവരുടെ വ്യാഖ്യാനത്തിൽ അവർ രേഖപ്പെടുത്തിയത് എന്താ? ഹുവ തഅ്കീദു വതൻസീസ് അലാ അന്ന ത്വരീഖൽ മുസ്ലിമീൻ ഹുവൽ മശ്ഹൂദു അലൈഹി ബിൽ ഇസ്തിഖാമ. സിറാത്തൽ മുസ്തഖീം പറഞ്ഞ് നിർത്തിയിട്ടില്ല, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്ന് പറഞ്ഞത്. അപ്പൊ ഈ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം രണ്ടാമത് എന്തിനാണ് അവിടെ കൊണ്ടുവന്നത്? ഉവത്തീതു അതൊന്നും കൂടി ആവർത്തിച്ച് പറയാണ്. വത്തൻസീസു രണ്ടാമത് സ്പഷ്ടമാക്കിയും പറയാണ്. എന്ത്? അല അന്ന തരീഖൽ മുസ്ലിമീൻ, ആ മുസ്ലിമീങ്ങൾക്കുള്ളതായ ആ ത്വരീഖ് ഹുവൽ മശ്ഹൂദു അലൈഹി ബിൽ ഇസ്തിഖാമ, അതാണ് മുസ്തഖീമായ തരീഖ്. അപ്പൊ മുസ്ലിം ലോകം അംഗീകരിക്കപ്പെടേണ്ട കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ 3 or 4 നൂറ്റാണ്ട്, ആ നൂറ്റാണ്ടുള്ളതായ മഹാന്മാരാവുന്ന മുസ്ലിമീങ്ങൾ അവര് അംഗീകരിച്ചു പോകുന്നതായ അഖീദ, അവർക്ക് തൗഹീദ് റുബൂബിയ്യത്ത്, തൗഹീദുൽ ഉലൂഹിയ്യത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, പലരും പറഞ്ഞല്ലോ അങ്ങനെ തൗഹീദ് രണ്ടാക്കി തിരിച്ചു. അപ്പൊ അവരെ തൗഹീദ് എന്താ നോക്കേണ്ടത്? അവരെടുത്ത് 2 തൗഹീദ് ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ, ഈ രണ്ടും ഒന്നാണോ അല്ലേ, അത് അവരെ തൗഹീദിനെ പറ്റി നമ്മൾ പഠിക്കണം. മഹാന്മാർക്കുള്ളതായ തൗഹീദ് എങ്ങനെയായിരുന്നു. അങ്ങനെ അത് മുതൽ വിശ്വാസപരമായ കാര്യങ്ങളിലും കർമ്മപരമായ കാര്യങ്ങളിലൊക്കെ അങ്ങനെയാണ്. കാരണം ഇപ്പൊ തറാവീഹ് അത് 20 അത് 20 പറഞ്ഞ് മഹാനാവുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു 20 നിസ്കരിക്കാനാണ് കൽപ്പിച്ചത്. അത് മതി. കാരണം എന്തുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് 20 നിസ്കരിക്കാൻ കൽപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു കണ്ടുപിടിച്ചു. അത് റസൂലുള്ള പ്രത്യേകമായ ദിവസങ്ങളിൽ അവിടെ ജനങ്ങൾ വന്നു, 1 or 2 or 3 ദിവസം കൂടി അന്ന് അവിടെ 8 റക്അത്ത് നിസ്കരിക്കുന്നു പറഞ്ഞ റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്, ഇല്ലാന്ന് നമ്മൾ പറഞ്ഞില്ല. പക്ഷേ അവിടെ അതിന് പല സാധ്യതകളുണ്ട്. ഈ 8 റിവായത്ത് ചെയ്യുന്ന ആള് ചിലപ്പോൾ അവസാനിക്കാത്ത സമയത്തായിരിക്കും വന്ന് കൂടിയിട്ടുള്ളത്. അതല്ലെങ്കിൽ റസൂലുള്ള 8 നിസ്കരിച്ചു, മഹാനാവുന്ന ഇബ്നു അബ്ബാസ് റിവായത്ത് ചെയ്യുന്ന റിവായത്തിലൊക്കെ ഉണ്ട് 12 വീട്ടിൽ പോയി നിസ്കരിച്ചു. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് മഹാനാവുന്ന ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടെ 20 നിസ്കരിപ്പിച്ചത്. 20 നിസ്കരിച്ചു. സഹാബത്തിൽ നിന്നുള്ള ആരും അതിൽ എതിർത്തില്ലല്ലോ. അതുകൊണ്ടാണ് വഅലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ, റസൂലുള്ളാഹിന്റെ സുന്നത്ത് വേണം, ആ സുന്നത്തിന്റെ കൂടെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്തും അത് ദീൻ തന്നെയാണ്. അതിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ ഇങ്ങനെ പലതും നമ്മളെ വിശ്വാസപരമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള വിശ്വാസം, അള്ളാഹുവിൻ വൈബ് അറിയണ വിശ്വാസം. വൈബ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വൈബ് അറിയണമല്ലോ. അള്ളാഹ് അങ്ങനെയല്ലേ, അള്ളാഹു ആലിമുൽ വൈബ് തന്നെയാണ്. അള്ളാഹുവിൻ്റെ അമ്പിയാ ഔലിയാ അവർക്ക് വൈബ് അറിയും. പക്ഷേ അവരറിയണത് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയണത് പോലെ, അതാണ് വ്യത്യാസം. വൈബ് അറിഞ്ഞത് കൊണ്ട് വൈബ് അറിയുന്ന ഒരാൾ ഔലിയാവൂല, അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല. അങ്ങനെയാണ് മുജാഹിദുകളും ജമാഅത്തുകാരൊക്കെ ഇപ്പൊ തെറ്റിദ്ധരിപ്പിക്കുന്ന ജനങ്ങളെ. വൈബ് അറിയാന്നുള്ളത് റസൂലുള്ളാഹിക്ക് വൈബ് അറിയും. സഹിയായ ഹദീസിൽ കൂടി പല ഹദീസിൽ റിവായത്ത് ചെയ്യപ്പെട്ടതല്ലേ. മഹാന്മാരാവുന്ന സഹാബത്തിലേക്ക് വൈബ് അറിഞ്ഞിരുന്നോ? മഹാനാവുന്ന ഉമർ റളിയല്ലാഹു തആല അൻഹു, മഹാനാവുന്ന ശൈഖുനാ ശംസുൽ തഹ്ഖീഖ് ചെയ്ത് പറയലുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുമ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു സൗദാ ബീവി പുറത്തിറങ്ങിയപ്പോൾ കത് അറഫിനാക്കി യാ സൗദ എന്ന് പറഞ്ഞു. സൗദയെ നിന്നെ നമുക്ക് മനസ്സിലായി. അതിന് ശേഷം തന്നെ മഹാനാവുന്ന ഇമാം ബുഖാരി തങ്ങൾ പറയുന്നത് വക്കാനത്തി ഇംറഅത്തൻ തവീലത്തൻ, സൗദാ ബീവിനെ എങ്ങനെ മനസ്സിലായി? വക്കാനത്തി ഇംറഅത്തൻ തവീലത്തൻ, അതൊരു വലിയ നീളമുള്ള ബീവിയായി. അപ്പൊ അത് നീളമുള്ള ബീവി സൗദയായതുകൊണ്ട് സൗദാ റളിയല്ലാഹു തആല അൻഹന്റെ നീളം കണ്ടപ്പോൾ ഉമർ ഇബ്നു ഖത്താബിന് മനസ്സിലായി ഇത് സൗദയാണ്. കത് അറഫിനാക്കി യാ സൗദ, സൗദയെ നിങ്ങളെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞു. എങ്ങനെ മനസ്സിലായി എന്നുള്ളതാണ് ഈ പറയണത്. വക്കാനത്തി ഇംറഅത്തൻ തവീലത്തൻ, 37 വലിയ നീളമുള്ള ബീവിയായി. അതുകൊണ്ട് ഈ നീളമുള്ള ബീവികൾ കാരണം ഹിജാബ് എന്നാ പിന്നെ പറയുന്നത്. ഹിജാബിന്റെ ആയത്ത് ഇറങ്ങുന്നതിന്റെ മുമ്പ് സൗദാ റളിയല്ലാഹു തആല അൻഹ ഉമർ, അപ്പൊ ആർക്കും കാണാലോ, ആരും കാണാറുണ്ടായിരുന്നു.
അപ്പൊ ഹിജാബിന്റെ ആയത്തിന്റെ ശേഷം സൗദ റളിയല്ലാഹു തആല അൻഹ ഇറങ്ങി വന്നപ്പോൾ ഇത് സൗദയാണെന്ന് മനസ്സിലായത് എങ്ങനെ? വക്കാനത്തി ഇംറഅത്തുൻ തവീലത്തൻ 37 വിധിയായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യത്തിലേക്ക് ഓടിച്ചെന്നു ഉമർ ഇബ്നു ഖത്താബ്. എന്നിട്ട് ഉമർ ഇബ്നു ഖത്താബ് റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഇഹ്തജിബ് ബിനിസാഅക്, നബിയെ തങ്ങൾ ഭാര്യമാരോട് ഹിജാബിലിരിക്കാൻ പറയണം. ഇത് പറയാനുള്ള കാരണം എന്താ? റജാ അൻ യൻസിൽ ഹിജാബ് എന്ന് ഇമാം ബുഖാരി തങ്ങൾ പറയുന്നത്. ഇവിടെയാണ് ശൈഖുൽ തഹ്ഖീഖ് ചെയ്ത് പറയുന്നത്. റജാ അൻ യൻസിൽ ഹിജാബ്, ആ ഹിജാബ് ഇറങ്ങണം എന്ന് ഉദ്ദേശിച്ചു. ഏതാ ഹിജാബ് എന്ന് പറഞ്ഞത്? മഹാനാവുന്ന ഉമർ ഇബ്നു ഖത്താബ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനായിരുന്നു. ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കിയിട്ട് ഹിജാബിന്റെ ആയത്ത് മൂപ്പര് കണ്ടു എന്നാണ്. അപ്പൊ ലൗഹിലുള്ളത് നോക്കി കാണാൻ പറ്റൂല? കാണാൻ പറ്റും. ലൗഹിലുള്ളത് ഏതും നോക്കി കാണാൻ പറ്റും. അത് കാണാൻ പറ്റുന്നവർക്ക് അത് നോക്കി കാണാൻ പറ്റും. കാണാനുള്ളതായ ആയുധം അവരെ കൈവശം വേണം. ആ ആയുധം ഇലാഹിയാവുന്നതായ ആയുധമാണ്. ആ ആയുധം മഹാനാവുന്ന ഉമർ ഇബ്നു ഖത്താബ്. അല്ലാതെ ഒരു ആയുധം ഇല്ലാതെ കാണുന്നല്ല പറയണത്. അള്ളാഹുവിന്റെ കാണൽ എങ്ങനെ? അസ്ബാബിലേക്ക് എത്തിയാജില്ലാതെയാണ്. എന്നാൽ അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ, അവർക്കെതിരെ കാണാൻ കഴിയും. ഇപ്പൊ ശാസ്ത്രരംഗത്ത് വികസിപ്പിച്ചെടുത്ത പല ഉപകരണങ്ങൾ നോക്കി നമ്മൾ പലതും കാണില്ലേ. അതുകൊണ്ട് നമ്മൾ ഇപ്പൊ അമേരിക്കയുടെ സംഭവം കണ്ടത് കൊണ്ടിട്ട് മറിഞ്ഞൊരു കാര്യം കണ്ടു നിൽക്കാം. നമ്മളതുകൊണ്ട് അള്ള ചെയ്യുന്ന അതിൻ്റെ അർത്ഥം. കാരണം അള്ള കാണുന്നത് പോലല്ലേ കാണുന്നത്. അപ്പൊ വിഷയം അതിന്റെ ശരിയായ രൂപത്തിൽ കൂടി മനസ്സിലാക്കിയില്ലെങ്കിൽ പല തെറ്റിദ്ധാരണകളുണ്ടാവും. അപ്പൊ ശൈഖുന പറയലുണ്ട്, എന്തെന്നറിയോ, അൽ ഹിജാബ് എന്ന് മൂപ്പര് പ്രത്യേകം പറയും. ആ ഹിജാബ് ഇറങ്ങണം എന്ന് ഉദ്ദേശിച്ചിട്ട്. ആ ഹിജാബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ലൗഹിലേക്ക് നോക്കിയിട്ട് മൂപ്പർക്കുള്ള ആ വിശുദ്ധമായ കണ്ണുകൊണ്ട് ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കിയപ്പോൾ ആ ഹിജാബിന്റെ ആയത്തോടെ കണ്ടു. അപ്പൊ അതുകൊണ്ടാണ് ഇഹ്തജിബ് ബിനിസാഅക എന്ന് റസൂലുള്ളാഹിനോട് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ നിലക്ക് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദകളും അതിൻ്റെ കർമ്മങ്ങളും അതിൻ്റെ ആചാരങ്ങളൊക്കെ ശരിക്ക് മഹാന്മാരാവുന്ന അയിമ്മത്ത് അവരുടെ ഹദീസിന്റെ, അവർ ക്രോഡീകരിച്ച ഹദീസിന്റെ ഗ്രന്ഥങ്ങളും അതിന് വ്യാഖ്യാനമായി കൊണ്ട് ഞാൻ ആദ്യം പറയപ്പെട്ട രൂപത്തിലുള്ള മഹാന്മാർ വ്യാഖ്യാനിച്ച വ്യാഖ്യാനങ്ങളും വിശുദ്ധമായ ഖുർആന്റെ വ്യാഖ്യാനങ്ങൾ ഈ പറയപ്പെട്ട സ്വഭാവത്തിലുള്ള മഹാന്മാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച, അല്ലെങ്കിൽ അടിസ്ഥാനപരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന്റെ അടിസ്ഥാനം പഠിപ്പിച്ചു കൊടുത്ത മഹാന്മാരുടെ വ്യാഖ്യാനത്തിൽ കൂടി മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ലക്ഷ്യം അതായത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദകളും അതിന്റെ കർമ്മങ്ങളും അതിന്റെ ആചാരങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടണം. ഇത് പറയേണ്ടെന്ന് നമ്മൾ പറയാൻ പാടില്ല. ഇത് പറയേണ്ടതാണ്. ഇത് എന്നും പറയേണ്ടതാണ്. ഏത് കാലത്തും ഇതിലേക്ക് പ്രസക്തിയുണ്ട്. കാരണം വിശുദ്ധമായ ദീൻ ഇവിടെ നിലനിൽക്കണം. അപ്പൊ അതുകൊണ്ട് പണ്ഡിതന്മാർ മറ്റുള്ളതായ ആളുകളിലേക്കും സുന്നത്ത് ജമാഅത്തിന്റെ അഖീദകളും അതിന്റെ കർമ്മങ്ങളും അതിന്റെ ആചാരങ്ങളോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമായി, കുറച്ച് പ്രയാസം ഉണ്ടാവും നമ്മളെ ഓരോ വിഷയങ്ങളും അവതരിപ്പിക്കാൻ. ചിലപ്പോൾ ഇപ്പൊ ഖുതുബ എന്ന് പറഞ്ഞതിനെ പറ്റി, ഖുതുബ ഒരു പ്രസംഗമല്ലേ? പ്രസംഗമാണെങ്കിൽ അതിന് ഏത് ഭാഷയിൽ ആളുകൾക്ക് തിരിഞ്ഞ ഭാഷയല്ലേ പ്രസംഗിക്കേണ്ടത്? എന്നാൽ ഖുതുബ ഒരു പ്രസംഗം, സാധാരണ പ്രസംഗമല്ലല്ലോ. അതിനെപ്പറ്റി വിശേഷിപ്പിക്കപ്പെട്ട ദിക്റുന്ന ദിക്റില്ല. ഖുതുബയിൽ ഹംദിന്റെ കൂടെ സലാത്തും വേണം. എന്താ കാരണം? അതൊരു ദിക്റാണ്. അള്ളാഹുവിന്റെ ദിക്റിലേക്ക് ആവശ്യമാകുന്ന ഒരു ദിക്ർ. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ ദിക്റും അവിടെ ആവശ്യമാണ്. അത് കേൾക്കണം, മനസ്സിലാക്കണം എന്നല്ല. കേൾക്കണം, പക്ഷെ കേട്ടതുകൊണ്ട് മനസ്സിലാക്കണം എന്നല്ല. അത് എന്താന്നുള്ളത് തിരിയണമെന്നുമല്ല. വാങ്ങിക്കൂന മുഫീമത്ത് പറഞ്ഞാൽ പഠിച്ചതായ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായ ഭാഷയാണ് അതിന് പ്രയോഗിക്കേണ്ടതാണ്. അല്ലാതെ ഓരോ ജനങ്ങൾക്കുള്ള മാതൃഭാഷയിൽ അതിനെ ഓതണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ഫിഖ്ഹിന്റെ കിതാബുകൾ അവിടെ ശരിക്ക് മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ അത് ശരിക്ക് മനസ്സിലായ ഉസ്താദന്മാരിക്കുന്ന ആ സ്ഥലം മനസ്സിലാക്കിയാൽ, ഇപ്പൊ വൈസ്തർത്തു കൗനുഹ അറബിയത്ത്, അറബി അവൾ ചേർത്താണ്. അപ്പൊ അവിടെ അർക്കാനി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ തവാബിയിൽ അറബിയത്ത് അല്ലാത്ത പറ്റില്ല. അവിടെ എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? അവിടെ തവാബിയിൽ അർക്കാൻ പറ്റൂല എന്നാണോ? എന്താ ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി തരാൻ പറ്റുന്ന മഹാന്മാരാവുന്ന, അത് മനസ്സിലായ തിരിഞ്ഞ് എല്ലാ ഫണ്ണുകളും അറിയുന്ന പണ്ഡിതന്മാരിൽ ഇത് കിതാബ് പഠിച്ചത്. അതുകൊണ്ടാണ് വിഷയങ്ങൾ പഠിക്കാൻ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാവും. ആ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ പണ്ഡിതന്മാർ അത് ആരോടും ചോദിക്കാൻ, വിവരമുള്ള ആരോടും വന്ന് ചോദിച്ച് ആ വിഷയങ്ങളൊക്കെ പഠിച്ച് അത് മറ്റുള്ളതായ ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കണം.
ആ നിലക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളെ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി നമ്മളൊക്കെ അതിനു വേണ്ടി പ്രവർത്തിക്കണം. അത് നമ്മളെ നിർബന്ധമായ ഒരു കർത്തവ്യമാണ്. അത് ദീനിനെ സംരക്ഷിക്കലാണ്. ദീൻ എന്ന് പറഞ്ഞാൽ അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദകളും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മങ്ങളും അതിൻ്റെ ആചാരങ്ങളൊക്കെയാണ്. ഏത് ചെറിയ ആചാരങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഈ ആചാരങ്ങൾക്കൊക്കെ വിശുദ്ധ ഖുർആൻ ഹദീസിലോ അതിൽ ലക്ഷ്യങ്ങളുണ്ടാവും. ആചാരങ്ങൾ വെറുതെ വന്നതല്ല, അതൊരു ശരിയായ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഇപ്പം നമ്മൾ പ്രധാന ദിവസങ്ങളിൽ പള്ളിക്കൊക്കെ ഒരു ചീരിന് കൊണ്ടുപോകുന്നുണ്ടല്ലോ. അപ്പം അതെന്താ? അത് പ്രധാന ദിവസങ്ങളിൽ പള്ളിക്ക് ചീരിന് കൊണ്ടുപോകണം. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസ് തന്നെ ഉണ്ട്. വക്കാനത്ത് ഫീനായും ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പമ്പറത്തുണ്ടായിരുന്നു. സഹാബത്ത് പറയണം, ഈ ബീവിൻ്റെ പണി എന്താന്ന് ചോദിച്ചാൽ ആ ബീവിൻ്റെ ഈത്തപ്പന തോട്ടത്തിലേക്ക് പോകുന്ന പിന്നെ ചാലിൻ്റെ രണ്ട് ഭാഗത്തും ചീരപ്പുല്ല് പോലത്തെ ഒരു ചെടി കൊണ്ടുപോയി അവിടെ നടുന്നു. വെള്ളിയാഴ്ച ദിവസമായാൽ 37 ഒരു അരിവാളേറ്റ് ഇറങ്ങി ഇതിന്ന് കുറച്ച് മുറിച്ചുകൊണ്ടു. എന്നിട്ട് അത് നുറുക്കി അതിൻ്റെ കൂടെ മാംസം ഇട്ട് കുറച്ച് മധുരമിട്ട് അത് പിന്നെ തേനോ മറ്റോ എന്തോ ഒഴിച്ച് അതിൽ കുറച്ച് പൊടിയൊക്കെ ഇട്ട് വരകി ഒരു പലഹാര രൂപത്തിലാക്കും. എന്നിട്ട് ഇത് വെള്ളിയാഴ്ച ഈ ബീവി വന്നിട്ട് പള്ളീൻ്റെ മുറ്റത്തൊരു മൂലക്ക് ചെന്നിരിക്കുന്ന, കാരണം പെണ്ണുങ്ങൾക്ക് ജുമാ നിർബന്ധമില്ല, അതുകൊണ്ടാണ് മുറ്റത്തിരിക്കണത്. അങ്ങനെ ആ മുറ്റത്ത് അവിടെ പോയിരുന്നാൽ സഹാബത്ത് പറയലുണ്ട്, കുന്നാ നതമന്ന യൗമൽ ജുമാ, ഞങ്ങൾക്കൊക്കെ ജുമാ ദിവസമായാൽ വേണ്ടില്ലായിരുന്നു. ജുമാ ദിവസമായാൽ ദിക്റല്ല അല്ലെങ്കിൽ സ്വലാത്തല്ല, അതൊക്കെ അത് വേറൊരു കാര്യം. അത് മാത്രമല്ല ഈ ത്വാമിഹ എന്നാ പറയുന്നത്. ഈ ബീവി കൊണ്ടുവരുന്നൊരു ഭക്ഷണമുണ്ട്, ആ ഭക്ഷണം ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ വെള്ളിയാഴ്ച ആയാൽ വേണ്ടി ചെയ്യുന്നു, വെള്ളിയാഴ്ച ആയാൽ വേണ്ടി ചെയ്യുന്നു, വെള്ളിയാഴ്ച ആയാൽ വേണ്ടി ചെയ്യുന്നു. എന്നാൽ ജുമാ കഴിഞ്ഞ പാട് ഞങ്ങളൊക്കെ പണി എന്താണെന്നറിയോ, ആ ജുമയും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ തിരക്കടയ്ക്കാർ കുന്നാ നുസല്ലിമു അലൈഹി, എല്ലാവരും ചെന്ന് സലാം പറയും ഈ ബീവിക്ക്. അങ്ങനെയല്ലേ, ചാപ്പാടിനടുത്ത് എല്ലാവരും സലാം പറയുമല്ലോ. കുന്നാ നുസല്ലിമു അലൈഹി, സലാം പറയും. എന്നിട്ട് അതിൽ നിന്നൊന്നും നമ്മളൊക്കെ ചമ്മന്തി തോണ്ടി നാമക്കണമാർക്ക് തോണ്ടി നാമക്കാനേ ഉള്ളൂ, കാരണം എല്ലാവർക്കും എത്തട്ടെ. അപ്പം എല്ലാവരും ഒന്നും തോണ്ടിപ്പോവും. എന്നാൽ ഈ ബീവിനോട് റസൂല പറഞ്ഞോ, പെണ്ണേച്ച് ഈ പണിയേറ്റ് ഇന്ന് വന്ന് അടുത്ത വെള്ളിയാഴ്ച തെറ്റ് വരരുത്, കാരണം എൻ്റെ ഉമ്മത്തിന് മുജിത്തൈദീങ്ങൾ എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ട്. അവർ ഇതിന്ന് മനസ്സിലാക്കും എല്ലാ നല്ല ദിവസങ്ങളിലും പള്ളിക്ക് ചീരിഞ്ഞുണ്ടാകാണ്. അപ്പം അതുകൊണ്ട് ഇന്ന് വന്നതും ഒക്കെ ഇനി വരരുത് നല്ല റസൂല പറഞ്ഞത്. എല്ലാ സമയത്തും ഈ ബീവി എന്താവലുണ്ട്, ഈ പലഹാരമായിട്ട് എല്ലാ വെള്ളിയാഴ്ചയും വരലുണ്ട്. കാരണം എന്തുകൊണ്ട്? വെള്ളിയാഴ്ച ഒരു പ്രധാനപ്പെട്ട ദിവസമായതുകൊണ്ട്. അപ്പം എല്ലാ പ്രധാനപ്പെട്ട ദിവസങ്ങളിലും പള്ളിയിലേക്കൊരു ചീരനെയൊക്കെ കൊടുത്തേക്കണ പതിവ് മുമ്പ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ അതിൽ നിന്നുണ്ടായതാണ്. ഇതിനൊക്കെ ഒരു അടിസ്ഥാനമുണ്ട്. അപ്പോൾ അടിസ്ഥാനം ഇല്ലാതെ എന്തെങ്കിലും ചെയ്യല്ല. നമ്മളെ ആചാരങ്ങളൊക്കെ എല്ലാ ആചാരങ്ങളും ശരിയായ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ചില മൗലവിമാരൊക്കെ ഉണ്ടാവും. കണ്ടില്ലേ നിങ്ങളിപ്പോൾ തീറ്റിൻ്റെ ഒരു പരിപാടി എന്നുള്ള നിലക്കാണ് പഴയ കാലത്ത് മൊല്ലാമാരും മൂല്യന്മാരൊക്കെ പള്ളിക്ക് ചീരിഞ്ഞുകൊണ്ടിരുന്നു പറഞ്ഞു. അത് പഴയ കാലത്തല്ല, എപ്പോഴും നമ്മൾ പറയും. ഇപ്പോഴും അങ്ങനെ ആർക്കെങ്കിലും പലഹാരത്തിനും ആവശ്യമുണ്ടാവും? ആവശ്യം ഉണ്ടായിട്ടില്ല, എന്നാലും അതൊരു പതിവാണ്. എങ്ങനത്തെ പതിവ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു സഹാബിയത്താവുന്നത് ആ ബീവി അത് ചെയ്യുകയും സഹാബത്തൊക്കെ അത് വാങ്ങി തിന്നുകയും ചെയ്തു. അതുകൊണ്ട് ആ കുന്നാൻ തമന്ന യൗമൽ ജുമാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരു ജുമാക്ക് കൊടുത്ത് അവസാനിപ്പിച്ചിട്ടില്ലല്ലോ. എല്ലാ ജുമാ ആവണം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാ വെള്ളിയാഴ്ചയും ഈ ബീവി ചീരിഞ്ഞുകൊണ്ടിരും. അപ്പം ചീരിഞ്ഞുകൊണ്ടിരുമ്പോൾ തിന്നാന്നുള്ളവർക്ക്. അപ്പം ആചാരങ്ങളൊക്കെ അങ്ങനെയാണ്, ശരിയായ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഇസ്ലാമിലുള്ള സർവ്വ ആചാരങ്ങളും. അപ്പം അതുകൊണ്ട് ആ നിലക്ക് വിശുദ്ധമാവുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെയും അതിൻ്റെ അഖീദയെയും അതിൻ്റെ കർമ്മപരമായ കാര്യങ്ങളെയും അതിൻ്റെ ആചാരങ്ങളൊക്കെ മനസ്സിലാക്കാൻ പണ്ഡിതന്മാരും പണ്ഡിതന്മാരല്ലാത്തവരും ശ്രമിച്ചു വേണം. അവരത് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും വേണം. സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങളും ആദർശങ്ങളൊന്നും ഇവിടെ നഷ്ടപ്പെട്ടു പോകാൻ പാടുള്ളതല്ല. എങ്ങനെയെങ്കിലും ഒരു ജനറൽ ഇസ്ലാം എന്നുള്ളതല്ല. നമ്മൾ ശരിയായ സുന്നിയായിക്കൊണ്ട് തന്നെ നിൽക്കണം. സുന്നിയായിക്കൊണ്ട് നിൽക്കാനുള്ളതായ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ നമ്മൾ നീക്കണം. ആ നിലക്ക് സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയാദർശങ്ങളെ ശരിക്കും മനസ്സിലാക്കി അതിൽ പൂർണ്ണമായി വിശ്വസിച്ച് ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ നിർവഹിച്ചു കൊണ്ടിട്ട് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാവുന്ന സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന സംഘടന എല്ലാ നിലക്കും ശക്തിപ്പെടുത്താൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണമെന്ന് ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ദീനിൽ ഖുർആനിൽ കൂടി അറിയിച്ചതായ യാഥാർത്ഥ്യമാണ്. ഇന്നാ നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന് പറഞ്ഞാൽ
ഈ സംവിധാനത്തിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്ന ഏത് സംഘടനകളുണ്ടോ ആ സംഘടനകളെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കും. ദീനിനെ സംരക്ഷിക്കുമ്പോൾ ആ സംഘടനകളെ സംരക്ഷിക്കണം. ആ സംഘടനയിൽ കൂടിയാവും ദീനിനെ സംരക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ സുന്നിയാവുന്ന നമ്മളെ അഖീദകൾക്ക് അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ള കർമ്മങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മളെ ആചാരങ്ങൾക്കൊക്കെ ഏതെങ്കിലും നിലക്ക് തടസ്സമുണ്ടാവുന്ന നിലക്കുള്ള ആളുകളുമായുള്ള ബന്ധങ്ങൾ ആ നിലയ്ക്ക് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. എല്ലാവരുമായിട്ടും നമുക്ക് ബന്ധം ഉണ്ടാവണം. പക്ഷെ ഈ ബന്ധം എന്നുള്ളത് നമ്മളെ വിശ്വാസത്തിനെ ബാധിക്കാൻ പാടില്ല, നമ്മളെ അഖീദയോട് ബാധിക്കാൻ പാടില്ല. നമ്മളെ കർമ്മങ്ങളിലേക്ക് കണ്ടില്ലേ, ഇപ്പൊ ഒരു 8 സ്കെച്ചിനോടത്ത് പോയി നിൽക്കുക, അവിടെ 8 കയറ്റി കണ്ട് തിരിച്ചു പോരാൻ പറ്റുമോ? അവിടെ അതാണ് അവരൊപ്പം കൂടെ ഇരുന്ന് പറഞ്ഞത്. ദീനിയാവുന്ന കാര്യങ്ങൾ ഓലൊപ്പം കൂടിയാലുള്ള തകരാറുകൾ അതാണ്. അവർ ചിലപ്പോൾ നിസ്കരിച്ചാൽ ദ്വാരക്കാണ്, നിസ്കരിച്ചതിൻ്റെ ദ്വാര വേണ്ടെന്ന് പറയും. നമ്മൾ ദ്വാരക്കാതെ എണിച്ചു പോരാ. ദ്വാരത്തിൽ സുന്നത്തായ സംഗതിയാണ്, സംഗതി ശരിയാണ്. പക്ഷെ സുന്നത്തായ സംഗതികളെയും ഒഴിവാക്കല്ല വേണ്ടത്. അതാണ് അപ്പൊ ആ നിലക്കുള്ളതായ ഒരു സർട്ടിഫിക്കറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും ലഭിക്കപ്പെടുന്ന നിലക്ക് നമ്മളെ ഇബാദത്തുകളൊക്കെ ആ നിലക്ക് ചെയ്യാനും അല്ലാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിക്കാനും ഒക്കെ ഓരോരുത്തരും ശ്രമിക്കുകയും സംഘടനയെ ശക്തിപ്പെടുത്താൻ വേണ്ടി എല്ലാവരും തയ്യാറാവുകയും 100 വർഷം കഴിഞ്ഞു, ഇനി അങ്ങോട്ടുള്ളത് ആ 100 വർഷത്തിന്റെ തുടർച്ചയാവണം. അതാണ് ഇനി വരുന്ന കാലങ്ങളിലും വിശുദ്ധമാവുന്ന ഈ ആദർശങ്ങൾ, ആ ആദർശങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് മഹാന്മാരാവുന്ന നമ്മളെ ഉസ്താദന്മാരൊക്കെ മുമ്പ് വഴുതു പറയുമ്പോൾ അവർ പറയലുണ്ട്, മഹാനാവുന്ന ഷെഹുനാന്റെ അഞ്ചൻ ഇ.കെ. ഹസൻ മുസ്ലിയാർ നവറല്ലാഹു മറാഖിദഹും അവരൊക്കെ പറയലുണ്ട്, മുജാഹിദീങ്ങളെ ജമാഅത്തുകാരെ അല്ലെങ്കിൽ തബീലിഗിനെയോ അല്ലെങ്കിൽ മറ്റുള്ളതായ തരീഖത്തിലൊക്കെ എതിർത്ത് പോകുമ്പോൾ ഉഴുത്തും ഉഴുതിനാണ്, നിങ്ങൾ ഇനിവിടെ വന്ന് പ്രസംഗിച്ചാൽ ഞങ്ങൾ ഇനിയും വന്ന് പ്രസംഗിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവർ പോവല്. അപ്പൊ ആ നിലക്ക് ആശയത്തിൽ വളരെ ശക്തമായി നിന്നവരാണ് നമ്മളെ മുൻഗാമികൾ. ആ നിലക്ക് നമ്മളും ഇതിൽ ശക്തമായി കൊണ്ട് നിൽക്കണം. ഇവിടെ കൂടി എല്ലാവരോടും ഉണർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലുള്ള സംരംഭങ്ങളൊക്കെ അല്ലാഹു വിജയിപ്പിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിനെയും അതിൻ്റെ ഉപഘടകങ്ങൾക്കൊക്കെ അല്ലാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള എല്ലാ തഈദും അതിനെ നല്ല നിലക്ക് കൊണ്ടുപോകാനുള്ള തൗഫീഖ് അതിനോട് ബന്ധപ്പെട്ടവർക്കൊക്കെ അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ.